ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത്. തൻ്റെ ഒരു സുഹൃത്ത് തന്നെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായിരുന്നു. പിന്നീട് അത് പിൻവലിച്ചു. പക്ഷേ അതിന് വന്ന കമൻറ്റുകളിലൂടെ ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലായപ്പോൾ വീണ്ടും വിശദമായി തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇൻസൈറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, നമുക്കറിയാം കേരളത്തിലൊരു പരമോന്നത പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് ഇപ്പോൾ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപം നേരിട്ടത് എന്ന് പറയുന്നു. ഒരു ചീഫ് സെക്രട്ടറിക്ക് ഇത് നേരിടുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിറത്തിൻ്റെ പേരിലുള്ള ഈ അധിക്ഷേപങ്ങളും ഈ വേർതിരിവും ഒക്കെ ഇപ്പോഴും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നിറത്തിൻ്റെ പേരിൽ മാത്രമല്ല, നിറം, ജാതി, മതം, അങ്ങനെ എന്താ പറയുക, സാമാന്യം പോലെ വിവേചനത്തിന് ഏതൊക്കെ മാനദണ്ഡമാക്കാമോ അതൊക്കെ മാനദണ്ഡമായിക്കൊണ്ടുന്ന എന്താ പറയുക വിവേചനങ്ങൾ നമ്മളുടെ സൊസൈറ്റിയിൽ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നത്. നമ്മുടെ സൊസൈറ്റി മാത്രമല്ല, ഏതാണ്ട് എല്ലാ സൊസൈറ്റികളിലും ഉണ്ട്. നമ്മൾ വളരെ ഡെവലപ്ഡാണ്, വളരെ സംസ്കാര സമ്പന്നമാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സൊസൈറ്റികളിലും ഉണ്ട്. മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിവേചനമൊക്കെ ഉണ്ട്. ഇതിനെല്ലാം മറികടക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന കളിക്കളങ്ങളിലുണ്ട്. ഇപ്പോൾ വർണ്ണവിവേചനത്തിൻ്റെയും വംശീയ വിവേചനത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു പക്ഷേ ഇതിനൊക്കെ മറികടക്കാൻ നമ്മൾ ഉപാധിയാകും എന്ന് വിചാരിക്കുന്ന കായിക വിനോദങ്ങൾ നടക്കുന്ന വേദികളിലായിരിക്കും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാലിം സൂചിപ്പിച്ച പോലെ തന്നെ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ടോപ്പ് ബ്യൂറോക്രാറ്റാണ്. ഏറ്റവും കൂടുതൽ അധികാരം കൈയാളുന്ന ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് അവർ. അത് മാത്രമല്ല, അവരുടെ ഒരു ഹിസ്റ്ററി നമ്മളൊന്ന് എടുത്ത് നോക്കുക. അവർ ഏതൊക്കെ പൊസിഷൻ വഹിച്ച പൊസിഷനിലൊക്കെ വളരെ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് അവർ ചീഫ് സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നത്. ഒറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ വലിയ സംഭവമായിട്ട് കേരളത്തിൽ വലിയ സംഭവമായിട്ടും കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങൾ പകർത്തുകയും ചെയ്യുന്ന ഈ കുടുംബശ്രീ ഇത്രത്തോളം ഒരു എന്താ പറയുക ഒരു ക്രെഡിബിൾ മോഡലാക്കി മാറ്റുന്നതിൽ അവർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകുമ്പോൾ ചെയ്ത കാര്യങ്ങൾ വളരെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ അവർ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ, പ്ലാനിംഗ് ബോർഡിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, അങ്ങനെ പല പല ലെവൽസിൽ സ്റ്റേറ്റിൻ്റെ മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും പല പൊസിഷൻസിലും അവരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിലൊക്കെ വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചൊരു വ്യക്തിയാണ് ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അവരെ നിറത്തിൻ്റെ പേരിൽ നിങ്ങളുടെ പെർഫോമൻസിനെ അവരുടെ നിറവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ ലെവലിൽ പോലും ഇങ്ങനെ സംസാരിക്കാൻ ആളുകൾക്ക് മടിയില്ല എങ്കിൽ ഇങ്ങ് താഴെ കിടക്കുന്ന മനുഷ്യന്മാർ എങ്ങനെയായിരിക്കും? ഞാനത് കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞാമാഷ് എഴുതിയ എതിരെന്ന് പറഞ്ഞ ജീവിതകഥയെക്കുറിച്ചാണ്, ആത്മകഥയെക്കുറിച്ച് ആലോചിച്ചത്. കാരണം അതിൽ ഈ ജാതിയുടെ പേരിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന വലിയ കൊടിയ പീഡനങ്ങൾ വിവരിക്കുന്നുണ്ട്. ചെറിയ പുസ്തകമാണല്ലോ, 175 പേജോ മറ്റോ 160 പേജോ മറ്റേ ഉള്ളൂ. പക്ഷേ അതിൽ ആ തുടക്കത്തിലുള്ള അധ്യായങ്ങളിലൊക്കെ ഇത് ഭയങ്കര ടച്ചിങ് ആയിട്ട് വിവരിക്കുന്നുണ്ട്. അവിടെ നിന്നൊന്നും കേരളം ഒട്ടും മുമ്പോട്ട് പോയിട്ടില്ല എന്നാണ് ഇത് നമ്മളെ ബോധിപ്പിക്കുന്നത്. ഭയങ്കര കഷ്ടമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും നമ്മളത് ഇത് പറഞ്ഞതിൻ്റെ തൊട്ട് പുറകെയാണ് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി പറയുന്നത് രാജ്യത്ത് ഹിന്ദുക്കൾ സേഫാണെങ്കിൽ മുസ്ലിങ്ങളും സേഫാണ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു തലമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇതവിടെ നിൽക്കുകയാണ്. ഇത് മാറണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ മാറണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഏറ്റവും താഴെ തലം മുതൽ ഈ മാറാൻ പഠിക്കണം. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ ഇതിനോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞില്ലേ, കാക്ക കുളിച്ചാൽ കൊക്കാവുമോ എന്നൊരു ചൊല്ല് പണ്ട് കേട്ടിട്ടുണ്ടെന്ന്. ഇതൊക്കെ നമ്മളും കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കാക്ക കുളിച്ചാൽ കൊക്കാവുമോ എന്ന് മാത്രം ചൊല്ലുള്ളത് എന്ന് രാധാകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം. നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ പഠിച്ചു വരുന്നത് അങ്ങനെയാണ്, നമ്മൾ താഴെ തലം മുതൽ പഠിച്ചു വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് താഴെ തട്ടിൽ മാറാതെ, അതായത് ബേസിക്കലി നമ്മളുടെ വീടുകൾ മുതൽ മുകളിലേക്ക് മാറാതെ ഇത് മാറാൻ പോകുന്നില്ല. അത് മാറണമെങ്കിൽ ഇത് വലിയ യത്നം ആവശ്യമുള്ളൊരു പ്രശ്നം. അങ്ങനെ ഒരു യജ്ഞം ആവശ്യമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ശാരദാ മുരളീധരൻ. അതാണ് അവരുടെ ഇന്നത്തെ ഒരു പ്രതികരണത്തിൻ്റെ പ്രസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ശാരദാ മുരളീധരൻ്റെ ഭർത്താവായിരുന്നു, മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വേണു സാർ. അപ്പോൾ ഈ ആക്ഷേപം ഉന്നയിച്ച ആൾ പറഞ്ഞു എന്ന് പറയുന്നത്
അദ്ദേഹത്തിൻ്റെ കാലത്തൊക്കെ വെളുത്ത പ്രവർത്തനങ്ങളായിരുന്നു, നിങ്ങളുടെ കാലത്ത് അത് കറുത്ത പ്രവർത്തനങ്ങളായിരുന്നു. സ്വാഭാവികം ചീഫ് സെക്രട്ടറി ബന്ധപ്പെടുന്ന ഒരു സുഹൃത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് ഏതായാലും ആ ഒരു രൂപത്തിൽ ഒരാളായിരിക്കുമല്ലോ, അങ്ങനെയുള്ള ഒരാളായിരിക്കും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവും. എന്തായിരിക്കും ഈ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിനോട് തന്നെ നമുക്കൊരു അവജ്ഞ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തായിരിക്കും ഈ മുൻ സെക്രട്ടറി വെളുത്ത പ്രവർത്തനമായിരുന്നു, നിങ്ങളത് കറുത്ത പ്രവർത്തനമായിരുന്നു, നിറത്തെ ആക്ഷേപിക്കാനുള്ളത് മാത്രമാണ്, അതല്ല ഇനി ഇവരുടെ പ്രവർത്തനങ്ങളിലെ എന്തെങ്കിലും അപാകതകൾ സൂചിപ്പിക്കാൻ? ചീഫ് സെക്രട്ടറി ലെവലിലെ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലൊക്കെ അവരുടെ ഒരു പെർഫോമൻസിനെ കുറിച്ചുള്ള അനാലിസിസ് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. ഗവൺമെൻറ് തലത്തിലുണ്ടാവും, ചിലപ്പോൾ അത് പബ്ലിക്കിലേക്കും വരും. അത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ടോം ജോസ് ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലം ഒരുപാട് അലിഗേഷൻസ് ഉള്ളൊരു ഉദ്യോഗസ്ഥനായിരുന്നു ടോം ജോസ്. പക്ഷേ ടോം ജോസ് ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ ഗംഭീരമായിരുന്നു എന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഡോക്ടർ വേണു ചീഫ് സെക്രട്ടറി ആവുന്നതെന്ന് പറയുന്നത് അതിനു മുമ്പ് അദ്ദേഹം റവന്യൂ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. റവന്യൂ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ളൊരു പ്രളയം അഭിമുഖീകരിച്ചൊരു ഘട്ടത്തിലാണ് അദ്ദേഹം റവന്യൂ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അന്ന് റവന്യൂ വകുപ്പിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെ ചെയ്യണോ അത് മുഴുവൻ ചെയ്യേണ്ടി വരുന്നൊരു ഘട്ടമായിരുന്നു റവന്യൂ വകുപ്പിന്. ആ സമയം എല്ലാത്തിനും ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട ഒരു വകുപ്പ് റവന്യൂ വകുപ്പായിരുന്നു. ഓഫ് കോഴ്സ് മുഖ്യമന്ത്രിയാണ് അതിനെ ലീഡ് ചെയ്യുന്നതെങ്കിൽ പോലും, പൊതുഭരണമാണ് അതിനെ ലീഡ് ചെയ്യുന്നതെങ്കിൽ പോലും റവന്യൂ വകുപ്പിനായിരുന്നു വലിയ റെസ്പോൺസിബിലിറ്റി. അന്ന് എന്താ പറയുക, വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഡോക്ടർ പി വേണു. അതിനുശേഷം പ്രളയാനന്തര കേരളത്തെക്കുറിച്ചുള്ള സജഷൻസ് ഉണ്ടാക്കുന്നതിലൊക്കെ വലിയ പങ്ക് വച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയ സമയത്ത് കുറെ കൂടെ അറ്റൻഷൻ അദ്ദേഹത്തിൻ്റെ ഇതിന് കിട്ടിയിട്ടുണ്ട്. വി വേണു ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ ഭാര്യ വരുന്നു എന്നുള്ളത് ആ നിലയ്ക്കാണ് അതിനെ മീഡിയ പോലും കണക്ട് ചെയ്ത് വായിച്ചത്. സത്യം പറഞ്ഞാൽ ശാരദാ മുരളീധരൻ അതിനു മുമ്പേ തന്നെ ഡോക്ടർ വി വേണു എന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറിയുടെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് അല്ലാതെ തന്നെ സ്വന്തം നിലയിൽ വ്യക്തിത്വവും സ്ഥാനവും കഴിവും തെളിയിച്ചൊരു വ്യക്തിയായിരുന്നു. ആ നിലയ്ക്കല്ല നമ്മൾ അവിടെ കണ്ടത്. അവിടെ മുതൽ ഈ പ്രശ്നം തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒഴിഞ്ഞുപോയ ചീഫ് സെക്രട്ടറി, പുതിയ ചീഫ് സെക്രട്ടറി അവർ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ ബന്ധുത്വമോ ഒന്നുമില്ലാതെ അനലൈസ് ചെയ്യുന്നതിന് പകരം ഭർത്താവായ വി വേണു ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ എങ്ങനെയാണോ പെർഫോം ചെയ്തത് അതുപോലെ പെർഫോം ചെയ്യാൻ ഭാര്യയായ ശാരദാ മുരളീധരൻ, ഈ കമ്പാരിസണാണ് അവിടെ പ്രധാനമായിട്ട് വന്നത്. അല്ലാതെ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളൊരു പ്രോബ്ലം അല്ല. അതുമാത്രമല്ല, ഡോക്ടർ വി വേണു അഭിമുഖീകരിച്ച അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ ഉണ്ടായിരുന്ന പോലെയുള്ള പ്രശ്നങ്ങളല്ല ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. അത് ഒരു ചീഫ് സെക്രട്ടറി കാര്യത്തിലും അങ്ങനെയല്ല. ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും അവിടെ ഇല്ല. നേരത്തെ കുറേ കാലം മുമ്പ് ഉണ്ടായിരുന്ന കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളല്ലല്ലോ ഇന്നത്തെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ അതാത് കാലത്ത് അവരുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഒറ്റ ഉദാഹരണം പറയാം. ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്താണ് കേരളത്തിലെ IAS ഉദ്യോഗസ്ഥന്മാരുടെ തലപ്പത്ത് വലിയ ചേരിപ്പോരുണ്ടാകുന്നു. പ്രശാന്ത്, ജയതിലക്, പിന്നെ ഗോപാലകൃഷ്ണൻ എന്ന് തുടങ്ങി പല പേരുകൾ നമ്മുടെ മുമ്പിലുണ്ട്. വലിയ ചേരിപ്പോരായിരുന്നു. പരസ്യമായിട്ട് പ്രസ്താവനകൾ വരുന്നു. പക്ഷേ അവരത് വളരെ കൈയടക്കത്തോടുകൂടി അത് കൈകാര്യം ചെയ്തു എന്ന് പറയേണ്ടി വരില്ല ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്. ആ പ്രശ്നത്തെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടുപോകാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു കഴിവ് തന്നെയാണ്. ഒരു പുരുഷനായിരുന്നു ചീഫ് സെക്രട്ടറി എങ്കിൽ സാധിക്കാത്ത വിധത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയല്ല ഇതിനെ കാണുന്നത്. ഇതാണ് ഇതിനകത്തുള്ള പ്രശ്നം. നമ്മൾ പോലും ഡോക്ടർ വേണുവിൻ്റെ ഭാര്യ എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയെ കാണുന്നത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെയല്ല കമ്പാരിസൺ വേണ്ടത്. അവരുടെ ഡോക്ടർ വി വേണു ചീഫ് സെക്രട്ടറി ആയിരിക്കും മുമ്പിൽ വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയിരിക്കും മുമ്പിൽ വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിനോട് എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്തത്, അതാണ് പ്രധാനമായിട്ടും കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മളങ്ങനെ കാണുന്നില്ല. ഇന്ന് ശാരദാ മുരളീധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ കുഞ്ഞായിരിക്കുമ്പോൾ അനുഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 4-ാം വയസ്സിലോ ഒക്കെ അമ്മയോട് എന്നെ ഒന്നുകൂടി വയറ്റിലാക്കി വെളുത്ത തൊലിയോടുകൂടി പ്രസവിച്ചുകൂടായിരുന്നു എന്നുള്ളൊരു നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്കിടയിൽ പോലും ഈ തൊലിയുടെ നിറം കുറഞ്ഞതിൻ്റെ പേരിൽ അവഗണന നേരിടുന്ന ഒരു സ്വഭാവം അത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങനെയാണ് നമുക്കൊരു റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ, എങ്ങനെയാണ് അതിനൊരു നമുക്ക് എന്ത് രീതിയിലാണ് സാധിക്കുക? അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ രാധാകൃഷ്ണൻ പറഞ്ഞില്ലേ, കാക്ക കുളിച്ചാൽ കൊക്കാവുമോ എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചു വരുന്ന പഴഞ്ചൊല്ല്.
രാധാകൃഷ്ണൻ തന്നെ തിരിച്ചറിഞ്ഞു, കൊക്കു കുളിച്ചാൽ കാക്കയാവോ എന്ന് നമ്മളോട് ആരും ചോദിക്കാറില്ലല്ലോ എന്നുള്ളതാണ് പ്രശ്നം. ഇതെല്ലാ രംഗത്തും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇടക്കാലത്ത് ഒരിക്കൽ പറഞ്ഞിരുന്നത്, അത് പരസ്യമായിട്ട് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്, എങ്കിൽ പോലും ഒന്നുകൂടെ പറയാം. പെലേൻ ആനപ്പുറത്തിരിക്കുന്ന പോലെ എന്നൊരു ചൊല്ല് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതിർന്ന ആളുകൾ, അന്നത്തെ മുതിർന്ന ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിങ്ങനെ മനസ്സിലിങ്ങനെ നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ ഡംപ് ചെയ്ത് തരികയാണ്. പിന്നെ ഞാനും ഇത് പെലേൻ ആനപ്പുറത്തിരിക്കുന്ന എന്തൊരു ബോറത്തരാണ് എന്നുള്ളതാണ് നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ആനപ്പുറത്തിരിക്കാൻ അധികാരമുണ്ട് എന്ന് തോന്നരുത് ഒരു കാലത്തും. ഇതാണ് പ്രശ്നം. ഇതുപോലെ തന്നെയാണ് നിറത്തിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം. ഓരോ കുഞ്ഞിനും ഈ പ്രശ്നമുണ്ട്. അത് ശാരദാ മുരളീധരൻ അത് ഓപ്പണായി പറഞ്ഞു എന്നുള്ളൂ. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്നെ ഒന്ന് തിരിച്ച് വയറ്റിലേക്ക് ആക്കിയിട്ട് ഒരു വെളുത്ത കുഞ്ഞാക്കി തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓരോ കുഞ്ഞിനും ഇത് തോന്നുന്നുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സാഹചര്യങ്ങളിൽ അവൻ്റെ നിറത്താൽ അവൻ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവൾ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ പുതിയ തലമുറ ഒരുപക്ഷെ കുറേ കൂടെ അതിനെ മറികടക്കാൻ ശ്രമിച്ചേക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആ ശ്രമം നമ്മുടെ വീട്ടുമുറ്റത്ത്, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങണം. നിറമല്ല കാര്യം, നിറത്തിലല്ല കാര്യം. ഇനിയിപ്പോൾ കറുത്തത് എന്ന് നമ്മൾ ആക്ഷേപിക്കുമ്പോൾ നമ്മൾ ഏത് നിറക്കാരാണ് എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണം. എന്നിട്ട് വേണമല്ലോ നമ്മൾ കറുത്തത് എന്ന് ആക്ഷേപിക്കാൻ. ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് തന്നെ ഉള്ളിൽ അങ്ങനെ തോന്നലില്ലേ എന്ന് നമ്മൾ തിരിച്ചും ചോദിക്കണം. അത് ചോദിക്കാതെ ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ കേരള സൊസൈറ്റി തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് തയ്യാറാവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് തുടങ്ങണം. അങ്ങനെ തുടങ്ങിയാൽ മാത്രമേ ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് ഇത് അഡ്രസ്സ് ചെയ്യാൻ ഒരു കാരണവശാലും നടക്കില്ല. ഇതേപോലെ ഇപ്പോൾ സാലിം നേരത്തെ സൂചിപ്പിച്ചില്ലേ, അവരുടെ ഓഫീസിൽ വന്ന് ഇത് പറയണമെങ്കിൽ ആ ലെവലിലുള്ള ആരെങ്കിലും ഒരാളായിരിക്കണം. ആ ലെവലിലുള്ള ഒരാൾ ഇപ്പോഴും ഇത് പറയണമെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ ഇത് എത്രത്തോളം രൂഢമൂലമായിട്ടുണ്ടാവണം. ഈ നിറത്തിൻ്റെ പേരിൽ ഉള്ള ഈ തോന്നൽ മനസ്സിലുള്ള ഒരാൾ മറ്റ് തരത്തിലുള്ള അത് മതമായാലും ജാതിയായാലും വംശമായാലും ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ആളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ ആ തരത്തിലുള്ള ആളുകൾ ആ ലെവലിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഇത്രയൊക്കെ പഠിച്ചിട്ട് ഒന്ന് ആലോചിക്കുക, ഒരു ചീഫ് സെക്രട്ടറി ലെവലിലുള്ളൊരു ഉദ്യോഗസ്ഥന് സന്ദർശകമായിട്ട് വന്ന് ഇങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ ആ ലെവലിലുള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞാൽ ഏത് ലെവലിൽ വിദ്യാഭ്യാസം ഉള്ള ഒരാളായിരിക്കും? മിനിമം ഒരു PG എങ്കിലും കഴിഞ്ഞ ഒരാളായിരിക്കുമല്ലോ. അതിൽ പഠിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ബാക്കിയാവും. ഈ വിദേശത്തൊക്കെ ഇങ്ങനെ വർണ്ണത്തിൻ്റെ പേരിൽ അധിക്ഷേപങ്ങൾ ധാരാളം ഉയർന്നതായിട്ട് ബ്ലാക്ക് അമേരിക്കൻ ഇഷ്യൂ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ അവിടെ തന്നെ ഇതിനെ അതിജയിക്കാനുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സും അതുപോലെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വിദേശത്ത് നടക്കുന്ന ഫുട്ബോൾ മത്സരങ്ങളിൽ ഈ ഇങ്ങനെയുള്ള വിവേചനങ്ങൾ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ബോധപൂർവമുള്ള ശ്രമങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതുപോലെ ഈ ചിഹ്നങ്ങളെ ഉപയോഗിക്കുന്നിടത്ത് ഇതൊരു ബോധപൂർവമായ ശ്രമങ്ങൾ വേണ്ടിയില്ല. ഇപ്പോൾ ഉദാഹരണം ഇപ്പോഴും നമ്മൾ പ്രക്ഷോഭത്തിന് കറുത്ത കൊടിയാണ് ഉപയോഗിക്കുന്നത്. എന്തോ ഒരു മോശമാണെന്നുള്ള കരിങ്കൊടി പ്രയോഗമാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ചിഹ്നങ്ങളൊക്കെ മാറ്റുന്നതിൽ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു ബോധപൂർവമായ ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? ഡെഫിനറ്റ്ലി ഉണ്ടാവേണ്ടതാണ്. എല്ലാ തലത്തിലും ഉണ്ടാവേണ്ടതാണ്. ഈ പ്രൊട്ടസ്റ്റിൻ്റെ അടയാളമായിട്ട് എന്തിനാണ് കറുപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നിയിട്ടില്ല ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്. അതേസമയം കറുപ്പ് കാണുമ്പോൾ എന്തോ പ്രശ്നം ഉണ്ടാകുന്നു ഭരണാധികാരികൾക്ക് എന്നുള്ളതും ഒരു പ്രശ്നമാണ്, അതും ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറാതെ ഇത് മാറില്ല. കാരണം ഈ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച് കരിദിനം ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് കിട്ടുന്ന ഫീൽ എന്താ? കരിദിനം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പമാണ്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കളറാണ് ഈ കറുപ്പ് എന്ന് പറയുന്നത്. ഇതാണ് അവന് കിട്ടുന്നൊരു ഫീല്. ഈ ഫീല് വെച്ചിട്ടാണ് അവൻ വളർന്നു വരിക. അപ്പോൾ പിന്നെ അവനെല്ലാ കറുപ്പ് അടയാളങ്ങളെയും അവൻ അങ്ങനെ തന്നെ കാണുള്ളൂ. അപ്പോൾ ഇത്തരം സംഗതികൾ മാറ്റേണ്ടതാണ്. ഇതിനെക്കുറിച്ചൊക്കെ എത്രത്തോളം നമ്മൾ ബോധേഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെയാണ്. നമ്മൾ ബോധേഡ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചെയ്യാതിരിക്കുന്നത് പല കാര്യങ്ങളിലും. ഇപ്പോൾ ശാരദാ മുരളീധരൻ്റെ കാര്യമാണല്ലോ നമ്മൾ. ശാരദാ മുരളീധരൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ കുടുംബശ്രീ ഉപയോഗിച്ചുകൊണ്ട് ബഡ്സ് സ്കൂളുകൾ വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുന്നത്? അവർ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകുമ്പോഴാണ് ബഡ്സ് സ്കൂളുകൾ വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. കേരളത്തിലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോയി ഇരിക്കാൻ ഒരു സ്ഥലം ഇല്ല, സ്കൂളില്ല, അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് അവരതിനു വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ബഡ് സ്കൂളുകൾ വ്യാപകമാകുന്നത്. അപ്പോൾ ഇത് എവിടെന്നെങ്കിലുമൊക്കെ തുടങ്ങണം. അതായത് ഇത്തരം അടയാളങ്ങൾ മാറ്റാൻ, ഇത്തരം ചിഹ്നങ്ങൾ മാറ്റാൻ, ഇതിനെതിരായിട്ടുള്ള ഒരു ഓർമ്മ ഇങ്ങനെ നിരന്തരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങൾ എവിടെയെങ്കിലും തുടങ്ങണം. എനിക്ക് തോന്നുന്നു ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അവരിപ്പോൾ അധികം വൈകാതെ റിട്ടയർ ചെയ്യും.
അവരുടെ റിട്ടയർമെൻറ്റിന് മുമ്പുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് അവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. വിവേചനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പല രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. നിറത്തിൻ്റെ പേരിലുള്ള വിവേചനങ്ങളും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. നമ്മുടെ ചീഫ് സെക്രട്ടറിക്ക് അത്തരത്തിലുള്ള ഉന്നത സൗഹൃദ വലയങ്ങളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നു എന്ന ദൗർഭാഗ്യകരമായ വാർത്തയാണ് നമ്മളിന്ന് കേട്ടത്. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്കിടയിൽ എത്രത്തോളം വ്യാപകമായി നിലനിൽക്കുന്നുണ്ടാകും. ഇതിനെതിരെയുള്ള ഒരു ഇനിഷ്യേറ്റീവായി ശാരദാ മുരളീധരൻ IAS-ൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിമിത്തമാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഇത്തരത്തിലുള്ള വിവേചനങ്ങളെ നമുക്ക് അകറ്റി നിർത്താം. എല്ലാവരോടും സമത്വത്തോടു കൂടി തന്നെ നമുക്ക് പെരുമാറാൻ ശ്രമിക്കാം. ഈ ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.